വിഷ്ണുമൂത്ര പുരാണത്തിലാണ് തോന്നുന്നു ഒരു ഒരു കഥയുണ്ട്. അതായത് ഒരാൾ ഒരു കല പഠിക്കാൻ വേണ്ടി തോന്നും. ഒരാൾക്ക് ചിത്രകല പഠിക്കണം എന്ന് പറഞ്ഞ് ചെല്ലുകയാണ്. അപ്പോൾ ഗുരു പറയും, ചിത്രകല പഠിക്കണമെങ്കിൽ നിങ്ങൾ പിന്നെ ചിത്രം പഠിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യത്തെ 3 dimension ശില്പം അറിഞ്ഞിരിക്കണം, ശില്പകല അറിഞ്ഞിരിക്കണം എന്ന് പറയും. അപ്പോൾ ആൾ ശില്പകല പഠിക്കാൻ വേണ്ടി തോന്നും. അപ്പോൾ അയാൾക്ക് നിങ്ങൾ ശില്പകല നിങ്ങൾ പഠിക്കണമെങ്കിൽ നിങ്ങൾ നൃത്തം അറിഞ്ഞിരിക്കണം. ഒരു മനുഷ്യൻ്റെ ശരീരം പോസ്റ്ററുകൾ കാര്യങ്ങൾ നൃത്തം നോക്കും. അങ്ങനെ അയാൾ നൃത്തം പഠിക്കാൻ പോകും. നൃത്തം പഠിക്കാൻ പോകുമ്പോൾ അയാളടുത്ത് പറയുന്നു, നൃത്തം നിങ്ങൾ പഠിക്കണമെങ്കിൽ നിങ്ങൾ സംഗീതം അറിഞ്ഞിരിക്കണം. അപ്പം ഇങ്ങനെ ചങ്ങലയായിട്ട് പോകുന്ന ഒരു കഥയുണ്ട്. ഈ ഒരു കഥ എന്തിനാണ് കമലഹാസൻ പുസ്തകം തുടങ്ങുന്നത്? ഈ കഥ വെച്ചിട്ടുണ്ട്. ഈ കഥ എന്തിനാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കല എന്ത് തന്നെയായിരുന്നു ഇത് തമ്മിലുള്ള പരസ്പര ബന്ധവും ഇത് തരുന്ന എക്സ്പീരിയൻസിൻ്റെ ഒരു യൂണിവേഴ്സലായിട്ടുള്ള സ്വഭാവം. ഇത് എസ്തെറ്റിക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഏത് തരം കലയിൽ നിന്നാലും നമുക്ക് കിട്ടുന്ന എസ്തെറ്റിക് എക്സ്പീരിയൻസ്. ഇപ്പം നാട്യശാസ്ത്രം എടുത്ത് നോക്കും. നാട്യശാസ്ത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാടകത്തിനെ കുറിച്ചും ആണ് അതിനകത്ത് പറയുന്നത്. പക്ഷേ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള എസ്തെറ്റിക് ടെക്സ്റ്റായിട്ട് നാട്യശാസ്ത്രത്തിനെ പരിഗണിക്കുന്നുണ്ട്. കാരണം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് മറ്റ് കലകളിൽ കൂടി ആപ്ലിക്കബിൾ ആണ് എന്നുള്ളത് കൊണ്ട്, മറ്റ് കലകളുടെ സന്ദർഭത്തിൽ കൂടി അതിനെക്കുറിച്ച് പറയാം എന്നുള്ളത് കൊണ്ട് നമ്മൾ നാട്യശാസ്ത്രത്തിനെ ഒരു എസ്തെറ്റിക് ടെക്സ്റ്റായിട്ട് കാണുന്നു. ബേസിക്കലി അത് ഡ്രമാറ്റർജിയാണ്. അത് നാടകത്തിനെ കുറിച്ച് സംസാരിക്കാനുള്ള ഒരു പുസ്തകമാണ്. അതിൽ നിന്ന് പോകുന്ന ഒന്നിനെ എങ്ങനെ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും, ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ പ്രതിജ്ഞ എന്ന് പറയുന്നത്. അത് ബോധത്തിൽ സംഭവിക്കുന്നതാണ്. ബോധത്തെ തിരിച്ചറിയുന്നതാണ്. അതായത് 10-ാം നൂറ്റാണ്ട് 10-11 നൂറ്റാണ്ട് എടി ആണ് അഭിനവഗുപ്തൻ്റെ കാലഘട്ടം. അഭിനവഗുപ്തനാണ് ഈ പ്രതിജ്ഞ എന്ന് പറയുന്ന കൺസെപ്റ്റ് അവതരിപ്പിക്കുന്ന. റെക്കഗ്നിഷൻ എന്ന് നമുക്ക് അതിനെ വേണമെങ്കിൽ വിളിക്കാം. പക്ഷേ ഈ രണ്ടർത്ഥം അതിനകത്തുണ്ട്. കോഗ്നിഷൻ്റെ ഒരു ഇതുകൊണ്ട് റെക്കഗ്നൈസ് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു അർത്ഥവും കൂടി ഉണ്ട് അതിനകത്ത്. ആണ് ഈ പറഞ്ഞ ബോധം എന്ന് പറയുന്നത്, ചിത് എന്നാണ് പറയുന്നത്. അത് വിമർശ സ്വഭാവമുള്ളതാണ്. അതായത് അത് ഇൻഹറന്റ്ലി റിഫ്ലക്സീവാണ്. അതിനെക്കുറിച്ച് അറിയാൻ, അതിനെല്ലാം നമ്മൾ ബോധം നമ്മൾ പറയുന്നത്. ഞാനൊരു കാര്യം ചിന്തിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നു, ഇത് ഞാൻ ചിന്തിക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു, അതല്ലേ ബോധം എന്ന് പറയുന്നത്. ഞാൻ ചെയ്തൊരു കാര്യത്തിനെ പറ്റി എനിക്കറിയാം, ഞാൻ കോൺഷ്യസ് ആണ്, ഞാൻ ബോധമുള്ളവനാണ്, ഞാൻ ചെയ്യുന്ന കാര്യം എനിക്കറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനെയാണ് നമ്മൾ ബോധം എന്ന് പറയുന്നത്. അതായത് ചിത്ത് എന്ന് പറയുന്നത് വിമർശ സ്വഭാവമുള്ളതാണ്, സെൽഫ് റിഫ്ലക്സീവാണ് ചിത്ത് എന്ന് പറയുന്നത്. ഇത് ഈ ബോധം യൂണിവേഴ്സലായിട്ടുള്ള ഒരു ബോധം അങ്ങനെ ഉണ്ട്. ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ബോധത്തിനെ കുറിച്ചല്ല പറയുന്നത്. യൂണിവേഴ്സലായിട്ടുള്ള ഒരു ബോധം അങ്ങനെ ഉണ്ടെങ്കിൽ ആ ബോധം ഒരു ഒരു പവർ ഉപയോഗിച്ച് മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ലോകം മുഴുവൻ ശക്തി എന്ന് പറയുന്നത്. ശിവമാണ് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഈ പറയുന്ന പ്യുവർ കോൺഷ്യസ്നെസ്സിനെ ശിവം എന്നാണ് വിളിക്കുന്നത്. ശക്തി എന്ന് പറയുന്നത് ഈ പറയുന്ന മാനിഫെസ്റ്റഡ് വേൾഡ് ഉണ്ടായിരിക്കുന്ന ശക്തിയിലാണ്. അതൊക്കെ വാക്കുകളാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ അതിന് റിലീജിയസ് കോൺടെക്സ്റ്റ് ഒന്നും ശിവൻ ശക്തിയാണെന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ഇതിന് അന്ന് എല്ലാവരും പറഞ്ഞിരുന്ന ചില വാക്കുകളാണ് ഇവിടെ. ശിവം ശക്തി റിലീജിയൻ കോൺടെക്സ്റ്റിൽ നിരന്തരം ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അപ്പൊ ശിവം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു കോസ്മിക് കോൺഷ്യസ്നെസ്. ശക്തി എന്ന് പറയുന്നത് ഈ മാനിഫെസ്റ്റേഷൻ. ഈ മാനിഫെസ്റ്റേഷൻ ലീലയാണ്, പ്ലേ ആണ്. അതായത് ഈ ബോധം സ്വയം അറിയുകയാണ്. ഒരു പ്രപഞ്ചത്തിനൊരു ബോധമുണ്ട്. ആ പ്രപഞ്ചത്തിന്റെ ബോധം സ്വയം അറിയുന്നത് പല രൂപങ്ങളായി പിരിഞ്ഞാണ് അറിയുന്നത്. എന്തെങ്കിലും വേണമല്ലോ അവിടെ. അപ്പൊ എനിക്കറിയണമെങ്കിൽ ഞാനെന്ന് പറയുന്ന ശരീരവും ഞാനെന്ന് പറയുന്ന മനസ്സൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ബോധത്തിനെ അറിയാൻ പറ്റും. അതിൻ്റെ ഒരു വലിയൊരു പ്രോബ്ലം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവറാണ്. ഈ പറയുന്ന പോലെ വേറെ ഒന്നുമില്ലാത്തതാണ്, മാനിഫെസ്റ്റഡ് ആയിട്ടുള്ളതല്ല. പക്ഷെ ബോധം സ്വയം തിരിച്ചറിയുന്നത് മാനിഫെസ്റ്റേഷനിലൂടെയാണ്. അതായത് ഞാനുണ്ടെങ്കിലേ എനിക്ക് ബോധം ചിന്തിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഇതാണ് പ്രശ്നം. അതായത് ഓൾറെഡി നമ്മുടെ ഉള്ളിലൊരു ബോധമുണ്ട്. കാശ്മീരി
തന്ത്രം അനുസരിച്ച് ഓൾറെഡി ഈ ഒരു ബോധമുണ്ട്. പക്ഷെ ആ ബോധം നമുക്ക് എന്ത് ചെയ്യുന്നു, അത് മറഞ്ഞിരിക്കുകയാണ്. ആ ബോധത്തിന് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യും. ഞാൻ ബോധമാണ് എന്ന് റെക്കഗ്നൈസ് ചെയ്യുന്ന നിമിഷം, ആ നിമിഷത്തിനെയാണ് പ്രത്യഭിജ്ഞ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഒരാളുടെ ഉള്ളിൽ സംഭവിക്കുന്ന സംഗതിയാണെങ്കിൽ ഒരു വർക്ക് ഓഫ് ആർട്ട് കാണുമ്പോഴും ഇതിന് സമാനമായിട്ടുള്ള സംഗതി സംഭവിക്കുന്നതാണ്. ഇത് സംഭവിക്കുന്നു എന്നല്ല പറയുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യോഗി ബ്രഹ്മാനന്ദം എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയാണ് എന്ന് പറയാം. ആ ഒരു റെക്കഗ്നേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് എസ്തെറ്റിക് അനുഭവത്തിനെ നമ്മൾ വിളിക്കുന്നത് ബ്രഹ്മാനന്ദ സഹോദര നിർവിശേഷ എന്നാണ് വിളിക്കുന്നത്. ബ്രഹ്മാനന്ദത്തിന് തുല്യമായ ഒരനുഭവം എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ തന്നെ കാണിച്ചു തരുന്ന ഒരു സെക്യുലർ ആയിട്ടുള്ള, ഇതിന്റെ റിലീജിയസ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ സെക്യുലർ ആയിട്ടുള്ള ഒരു ബ്രഹ്മാനന്ദ അനുഭവം നമുക്ക് തരാൻ കലയ്ക്ക് കഴിയും. അതായത് എവിടെയെങ്കിലും പോയിട്ടുള്ളൊരു സംഗതി അല്ല അത് തരുന്നത്. അത് മീനിങ്ങിന്റെ പല അടരുകളിലൂടെ നമ്മൾ സഞ്ചരിച്ചിട്ട് ഒടുവിൽ നമ്മൾ എത്തുന്നത് എൻ്റെ തന്നെ ബോധത്തിലാണ്. ഞാൻ എന്നാൽ തന്നെ മനസ്സിലാക്കുക, ഒരു വർക്ക് ഓഫ് ആർട്ട് ഒരു പ്രത്യേക രീതിയിൽ അത് വായിച്ചു, എനിക്കൊരു അനുഭൂതി കിട്ടി എന്ന് വെച്ചതിൻ്റെ അർത്ഥം ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കുകയാണ്, ഞാൻ എന്നെ തന്നെ തിരിച്ചറിയുകയാണ്. ആ തിരിച്ചറിവ് തരുന്നതാണ് കല. ആ തിരിച്ചറിവിന്റെ നിമിഷമാണ് രസാനുഭൂതിയുടെ നിമിഷം. ആ തിരിച്ചറിവിന്റെ നിമിഷമാണ് പ്രത്യഭിജ്ഞ എന്ന് പറയുന്നത്. മനസ്സിലാവോ? എൻ്റെ കൂടെ അത്രയും കാലം ഉണ്ടായിരുന്ന ഒരു സംഗതി സ്ഥിരമാണ്. അത് ഉണ്ട്. അതിലേക്ക് തന്നെ ഒരു പോയിന്റ് തുറന്നു കാണിക്കണം. പെട്ടെന്ന് ഒരു സാധനം നമ്മൾ തുറന്നു കാണിക്കുകയാണ്. നമ്മളെ തന്നെ നമ്മൾ പറയില്ലേ, ചില പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ചില ചിത്രങ്ങൾ നമ്മൾ കാണുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന നമ്മൾ മാറിപ്പോയി നമുക്ക് തോന്നില്ലേ? കുറച്ചുകൂടി ബെറ്ററായിട്ട് നമ്മളായി മാറി നമുക്ക് തോന്നില്ലേ? ആ ഒരു എക്സ്പീരിയൻസ് തോന്നില്ലേ? അതെന്തുകൊണ്ടാണ്? അത് വേറെ എവിടെന്നെങ്കിലും വന്ന സംഗതിയല്ല. അത് ശരിക്കും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്ന ബോധത്തിനെ കുറിച്ചിട്ടുള്ള ബോധമാണുണ്ട്. ആ ബോധത്തിലേക്ക് നമ്മൾ എത്തിയില്ല. ആ ബോധത്തിലേക്ക് നമ്മൾ ചൂണ്ടി കൊടുക്കാൻ ഒരു 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 കാരണമായിട്ട് ആ വർക്ക് അവിടെ നിൽക്കുക. മനസ്സിലാവോ? ഫിലോസഫിയാണ്. മനസ്സിലായോ? അതായത് ശരിക്കും അതിന്റെ താന്ത്രിക് കോണ്ടക്സ്റ്റിനകത്ത് ബോധം എന്ന് പറയുന്നതാണ് പ്രൈമറി ആയിട്ടുള്ള സംഗതി. സകലതും ബോധത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ കാണുന്ന സകല സ്പേസ് ആൻഡ് ടൈം എന്ന് പറയുന്നത് ബോധത്തിൽ നിന്ന്, കോൺഷ്യസ്നസ്സിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന സംഗതിയാണ്. ബോധം വേണം ആദ്യം ഉണ്ടാകാൻ. ബോധമുണ്ട്, ഉണ്ടാകുകയില്ല, ബോധം ഉണ്ട്. അതിൽ നിന്ന് വേണം ബാക്കിയുള്ള സകലതും ഉണ്ടാകാൻ. സ്പേസ്, ടൈം, സാധനങ്ങളെല്ലാം ഉണ്ടാകാൻ. ഫിസിക്സ് ഇപ്പം അങ്ങനെ പറയുന്നുണ്ട്. പ്രൈമറി എന്ന് പറയുന്നത് കോൺഷ്യസ്നസ്സാണ്. ഇപ്പോൾ റോജർ റോസനെയൊക്കെ പോലുള്ള ആൾക്കാർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ ഫ്രെഡറിക് ഫാഷൻ എന്ന് പറഞ്ഞിട്ടൊരു ആളുണ്ട്. ആൾ വളരെ ഫേമസ് ആണ്. കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലിൻ്റെ ടച്ച് സ്ക്രീനൊക്കെ കണ്ടുപിടിച്ച അയാളാണ്. ഇന്റലിൻ്റെ ആദ്യത്തെ മൈക്രോചിപ്പ് കണ്ടുപിടിച്ച ആളാണ് ഫ്രെഡറിക് ഫാഷൻ, ഇറ്റാലിയൻ. ഫാഷൻ എ ഐ ഉണ്ടായ സമയത്ത് എ ഐയുടെ ആദ്യകാലത്ത് അതിൽ വർക്ക് ചെയ്ത ആളാണ്. എ ഐ ഡെവലപ്പ് ചെയ്യുന്നത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യുന്ന ആദ്യകാലത്ത് അതിനകത്ത് വർക്ക് ചെയ്യുന്ന ആളാണ്. അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കൊരു സംശയം ഉണ്ടായി. സംശയം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ഈ ന്യൂറൽ നെറ്റ്വർക്കുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, നമ്മുടെ തലച്ചോറിലെ ന്യൂറൽ നെറ്റ്വർക്കുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, അതുപോലെയാണ് എ ഐ പ്രവർത്തിക്കുന്നത്. അത് ആ ഒരു മോഡലാണ്, ന്യൂറൽ നെറ്റ്വർക്ക് മോഡലാണ്. അപ്പോൾ നമ്മുടെ ലക്ഷ കണക്ഷനുകളുണ്ട് നമ്മുടെ തലച്ചോറിൽ, ഈ ന്യൂറൽ നെറ്റ്വർക്കുകളുടെ. ഇത്രയും ലക്ഷം കണക്ഷനുകൾ അതുപോലെ കോപ്പി ചെയ്ത് നമ്മളൊരു യന്ത്രം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ യന്ത്രത്തിന് നമ്മുടെ ബോധം ഉണ്ടാവും. അതായത് എ ഐ നമ്മളിപ്പോൾ ചോദിച്ചാൽ എല്ലാ ആൻസറും പറഞ്ഞു തരും. പക്ഷെ എ ഐക്ക് ബോധമില്ല. എ ഐക്ക് അറിയാം, എ ഐ ഒരു പ്രോബ്ലം എടുത്ത് ചെയ്തു തരും. പക്ഷെ അത് എത്ര വേണമെങ്കിലും ചെയ്യാം, അതിന് ബോറടിക്കില്ല. അങ്ങനെ രസം എന്ന് പറഞ്ഞ സംഗതി അതിനാവശ്യമില്ല. ബോധമുള്ളവർക്കാണ് ഈ പറഞ്ഞ രസത്തിന്റെ പ്രശ്നം വരുന്നത്. അതിന് വിരസതയില്ല എ ഐക്ക്.
എയ്ക്ക് വിരസതയില്ലാത്തത് കാരണം എന്താണ്? എയ്ക്ക് വിരസതയില്ലാത്ത ഒരു വർക്ക് തന്നെ നമ്മൾ 100 പ്രാവശ്യമോ 1000 പ്രാവശ്യമോ കൊടുത്താൽ അത് അതിന്റെ ആൻസർ ചെയ്തുകൊണ്ടേ ഇരിക്കുമല്ലോ. അത് നമ്മൾ അതുകൊണ്ടാണ് ഈ മനുഷ്യൻ ചെയ്യുന്ന ഇങ്ങനത്തെ ഉള്ള വർക്കുകളുണ്ടല്ലോ, ഈ അൽഗോരിതമിക്കായിട്ടുള്ള വർക്കുകൾ ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ AI ഏൽപ്പിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം മനുഷ്യനാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കും. ഒരേ സാധനം ചെയ്ത് കഴിഞ്ഞാൽ ബോറടിക്കും. AI ബോറടിക്കില്ല. AI ബോറടിക്കാത്തതിന്റെ കാരണം എന്താണ്? അനുബോധമില്ല. അത് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷെ ആ അനുഭവം, ഇപ്പോൾ ആ കവിത മുഴുവൻ AI അനുഭവിച്ചിട്ടല്ല തരുന്നത്. അവിടെ അത് വളരെ എന്താണ് അൽഗോരിതമിക്കായിട്ട് ഓരോ സാധനങ്ങൾ ചേർത്ത് വെച്ചിട്ട് തരുന്നതാണ് AI. അല്ലാതെ AIക്ക് അതിന്റെ ശരിയായ അനുഭവം അതിനെ അനുഭവിക്കാൻ പറ്റില്ല. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ ശരിയായ അനുഭവം അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. കുറച്ച് ഒരേ പോലെ കുറേ നേരം ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യൻ ബോറടിക്കും, വിരസമാവും. രസം വേണം, മനുഷ്യൻ രസം വേണം. രസം എന്ന് പറയുന്നപ്പോൾ ബോധത്തിന്റെ സ്വഭാവം, ബോധം ഉണ്ടെങ്കിൽ മാത്രമേ രസത്തിന്റെ പ്രശ്നം വരുന്നുള്ളൂ. മനസ്സിലായോ? ഇപ്പൊ രസം എന്ന് പറയുന്നത് ബോധത്തിന്റെ സ്വഭാവമാണ്. അത് അവിടെ ഇരിക്കുകയാണ്, ബോധത്തിലാണ് അതിരിക്കുന്നത്. അതിനെ നമ്മൾ ചെന്ന് തട്ടി ഉണർത്തുകയാണ് ചെയ്യുന്നത്. ആ നിമിഷമാണ് പ്രത്യവിജ്ഞ എന്ന് പറയുന്ന നിമിഷം. ആ നിമിഷമാണ് ഈ പറയുന്ന രസാനുഭൂതി എന്ന് പറയുന്ന നിമിഷം. അപ്പൊ അങ്ങനെ ഒരു കൺസെപ്റ്റ് അവതരിപ്പിച്ചതോടുകൂടി ഈ ഒരു പ്രോബ്ലം സോൾവ് ആയി. താരതമ്യം തുടങ്ങിയ പ്രശ്നമാണ് ഇത് എവിടെയാണ് ഇരിക്കുന്നത്, രസം അവിടെയാണോ ഇരിക്കുന്നത്, ഇവിടെയാണോ ഇരിക്കുന്നത്, ഇത് ആളിലാണോ ഇരിക്കുന്നത്, വസ്തുവിലാണോ ഇരിക്കുന്നത്, മർക്കപ്പാക്കിലാണോ ഇരിക്കുന്നത്. പക്ഷേ അഭിനവഗുപ്തന്റെ കാലമായപ്പോഴത്തേക്കും അഭിനവഗുപ്തൻ കാശ്മീരി ശൈവിസത്തിൽ നിന്ന് എടുക്കുന്ന ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ച്, കാശ്മീരി ശൈവിസത്തിലെ താന്ത്രിക് ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ച് ഈ എസ്തെറ്റിക് പ്രോബ്ലം സോൾവ് ചെയ്യുകയാണ്. എന്നിട്ട് പുള്ളി ഒരു പുസ്തകം എടുക്കും. അതിൻ്റെ പേരാണ് അഭിനവ ഭാരതി എന്ന് പറയുന്ന പുസ്തകം. വേറെ ഒരുപാട് താന്ത്രലോക എന്നൊക്കെ പറഞ്ഞിട്ട് താന്ത്രിക പുസ്തകങ്ങൾ എഴുതിയ വളരെ വലിയൊരു ഫിലോസഫറാണ്. അഭിനവ ഭാരതിയിൽ അത് എസ്തെറ്റിക് ടെസ്റ്റാണ്. അതായത് അതിനെ മുഴുവൻ ഈ പറയുന്ന ഒരു റിലീജിയസ് എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ റിലീജിയസ് എന്ന് പറയുന്ന ഒരു കോൺടെക്സ്റ്റിൽ നിന്നും വളരെ സെക്യുലർ ആയിട്ടുള്ള ഒരു കോൺടെക്സ്റ്റിലേക്ക് അതിനെ കൊണ്ടുവന്നിട്ട് അതിന് എസ്തെറ്റിക് എക്സ്പീരിയൻസും അത് തമ്മിലൊരു കണക്ഷൻ ഉണ്ട് എന്ന് പറയും. മായാവാദത്തിനെയാണ് അഭിനവ കാഴ്ച എന്നെക്കുറിച്ച് വെള്ളക്കൊണ്ട് പറയുന്നത്. കണ്ണെന്ന് പറയുന്നത് വേർപെട്ട് നിൽക്കുന്ന ഒരു സംഗതിയല്ല, പറയുന്ന ശരീരത്തിൽ ഉള്ള കണ്ണ് എന്ന് പറയുന്ന സംഗതിയാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഇന്ത്യൻ എസ്തെറ്റിക്സുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ പറ്റും. ഈ അഫക്റ്റിന് കൊടുക്കുന്ന പ്രാധാന്യം, ഈ ശരീരത്തിലൂടെ കിട്ടുന്ന പ്രാധാന്യം. പക്ഷേ ഫിലിമോളജിയിൽ ആ മെറ്റാഫിസിക്കൽ സംഗതിയില്ല. അൾട്ടിമേറ്റ് ലിബറേഷൻ എന്നോ അങ്ങനെ പറഞ്ഞ സംഗതിയൊന്നും ഇല്ല. പക്ഷേ ഇന്ത്യൻ എസ്തെറ്റിക്സ് സംബന്ധിച്ചുള്ള അതിനകത്ത് ഏറ്റവും ലാസ്റ്റ്ലി പറഞ്ഞ ലിബറേഷൻ എന്നൊരു കൺസെപ്റ്റ് കൂടി വരും. മോക്ഷ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അത്രയും പ്രധാനപ്പെട്ടാണ് ഇന്ത്യൻ കോൺടെക്സ്റ്റിൽ എന്നുള്ളത് കൊണ്ട് എല്ലായിടത്തും മോക്ഷ എന്ന് പറയുന്ന കൺസെപ്റ്റ് അവിടെ വരും. പക്ഷെ അത് ഫിലിമോളജിയിൽ നിന്ന് കാണാൻ പറ്റില്ല. ലിബറേഷൻ എന്ന് പറഞ്ഞ സംഗതി അവിടെ കാണാൻ പറ്റില്ല. ഇന്ത്യൻ എസ്തെറ്റിക്സിൽ കാണാൻ പറ്റും. മോക്ഷ എന്ന് പറയുന്ന കൺസെപ്റ്റ് കാണാൻ പറ്റും. ഫലശ്രുതി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. അതായത് ഒരു പുസ്തകം എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു കൃതി രചിക്കുമ്പോൾ ആ കൃതി ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഏത് കൃതിയും എടുത്ത് നോക്കി പണ്ടുണ്ടായ ആ കൃതിയുടെ ആദ്യത്തെ ഭാഗത്തിൽ ഫലശ്രുതി എന്ന് പറയുന്ന ഒരു ഭാഗം കാണും. അതായത് ഇത് വായിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും എന്നുള്ളതാണ്. ഈ പുസ്തകം നിങ്ങളിന്ന് വായിച്ചു പഠിച്ചു, എല്ലാ ദിവസവും വായിക്കുന്നു, നിങ്ങൾക്ക് എന്ത് കിട്ടും? അതാണ് അതിൻ്റെ ഫലശ്രുതി. ആ ഫലശ്രുതി ആദ്യം പറഞ്ഞു വയ്ക്കും. അത് ലോകത്തിൽ വേറെ എവിടെയും ഇല്ല അങ്ങനത്തെ പരിപാടി. ഈ പുസ്തകം വായിച്ചാൽ എന്ത് കിട്ടുന്ന ആദ്യം പറഞ്ഞു വെച്ചിട്ട് ചെയ്യുന്ന പരിപാടിയില്ല. അത് പറയാൻ എളുപ്പമാണ്. കാരണം വെച്ചാൽ ലിബറേഷൻ എന്ന് പറഞ്ഞാൽ മതി, മോക്ഷം കിട്ടും എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിട്ടുന്ന മോക്ഷം, ഈ ലിബറേഷൻ എന്ന് പറയുന്നത് ഒരു സെക്യുലർ കോൺടെക്സ്റ്റിൽ നമ്മൾ തന്നെ കാണുകയാണെങ്കിൽ ഈ ലിബറേഷൻ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള അനുഭവമായിരിക്കും. മനസ്സിലായോ? ഒരു വർക്ക് ഓഫ് ആർട്ടിനോടുള്ള നമ്മുടെ എൻഗേജ്മെന്റിൽ നമ്മൾ നേടിയെടുക്കുന്ന അൾട്ടിമേറ്റ് ആയിട്ടുള്ള റെക്കഗ്നിഷൻ അല്ലെങ്കിൽ ലിബറേഷൻ എന്ന് പറയുന്നത് നമുക്കത് ഏതുവരെ പോകാൻ പറ്റും എന്നുള്ള ഓൾറെഡി അവിടെ ഉള്ളതാണ്. പക്ഷെ നമുക്ക് നമ്മുടേതായ വഴി കൂടെ പോയിട്ടാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. ഇതെല്ലാത്തിനും ഒന്നല്ല. ഈ മോക്ഷം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേ അനുഭവമല്ല. ലിബറേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേ അനുഭവമല്ല. ഇത് ഓരോരുത്തർക്കും ഓരോ അനുഭവമാണ്. അതുകൊണ്ടാണല്ലോ എല്ലാവരും വ്യത്യസ്തമായിരിക്കുന്നത്. അപ്പൊ അത്തരം ഒരു സാധ്യത അതിനകത്ത് ഉണ്ട് എന്ന് പറയുന്നത്. ഈ എസ്തെറ്റിക് എക്സ്പീരിയൻസിനകത്ത് അത്തരം ഒരു സാധ്യത കൂടിയുണ്ട്. ലെയേഴ്സ് ധ്വനി ആണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട
സങ്കല്പം, ധ്വനിപ്പിക്കാൻ കഴിയുന്ന ഡയറക്റ്റ് അല്ലാതെ ഈ പറയുന്ന പലതരം ലെയേഴ്സ് ഓഫ് മീനിങ്ങിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ധ്വനിയാണ്. ആ ധ്വനിയാണ് നമ്മളെ രസത്തിലേക്ക് നയിക്കുന്നത്. ആ രസമാണ് നമ്മളെ നമ്മുടെ ബോധത്തിനെ കുറിച്ചിട്ടുള്ള റെക്കഗ്നിഷൻ ഉണ്ടാക്കി തരുന്നത്. ഇത്രയുമാണ് അതിനകത്തുള്ളത്. അപ്പോൾ അഫക്റ്റായി ട്രാൻസെൻഡൻസ് ആയി പിന്നെ നമ്മൾ ആ ഇതിലേക്ക് വരികയാണ്. വീണ്ടും അവിടെ തന്നെ ഉണ്ടായിരുന്ന സ്ഥിതമായിരുന്ന ഒന്നിലേക്ക് നമ്മൾ വരികയാണ്. അതിനെ തിരിച്ചറിയുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പുതിയ ഒന്നിനെ അറിയുക എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒന്നിനെ നമ്മൾ തിരിച്ചറിയുന്ന ഒരു അനുഭവമാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്.